ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒരു നേന്ത്രപ്പഴം കുറച്ച് കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോ പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയായിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഇൻസ്റ്റൻ്റ് അല്ലാത്തതാട്ടോ ചേർത്തത്, നോർമലായിട്ടുള്ള കോഫി പൗഡർ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 2 മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചതിന് ശേഷമുള്ള മിക്സിയുടെ ജാറായതുകൊണ്ട് കേട്ടോ വെള്ളപ്പൊടികളൊക്കെ കാണുന്നത്. എന്നിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരിച്ചെടുക്കണം. ഈ അരപ്പ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചത്, ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്താൽ ഒരു 3/4 കപ്പൊക്കെ ഉണ്ടാവും. പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. അതുപോലെ 1/2 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു അരിപ്പയിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പൊടി ആണെങ്കിൽ ഗോതമ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡ ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരേ ഡയറക്ഷനിൽ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പം തരികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ മിക്സ് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ടിന്നിലേക്കോ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇത് ഞാനൊരു കേക്ക് ടീനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വേണമെങ്കിൽ മൊത്തമായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടിയിലൊരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടൊന്ന് ചുട്ടെടുത്താലും മതി. ഇനി അതല്ലെങ്കിൽ പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊരു പാൻ കേക്കൊക്കെ രൂപത്തിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതൊരു 1/2-3/4 മണിക്കൂർ വെക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ബേക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം അരികൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം റെഡിയാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.